അദ്ദേഹത്തിന് യാതൊരു തരത്തിലുള്ള ഭയവുമില്ലാതെ ഈ കേസിൽ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യുമെന്നുള്ള യാതൊരു ധാരണയുമില്ലാതെ അദ്ദേഹം സ്വതന്ത്രമായി ഇപ്പോഴും MLA ആയി ഇവിടെ പ്രവർത്തിക്കുക. LDFന്റെ നേതാക്കന്മാർ തന്നെ പങ്കെടുക്കുന്ന പൊതുപരിപാടികൾ മഞ്ചേശ്വരം MLA ചേർന്ന് മന്ത്രിമാരുൾപ്പെടെയുള്ള ആളുകളുമായി ചേർന്ന് പൊതുവേദികളിൽ അദ്ദേഹം പ്രത്യക്ഷപ്പെടുകയാണ്. അദ്ദേഹം പരസ്യമായി ഈ കേസിൽ മുൻകൂർ ജാമ്യത്തിന് അപേക്ഷിക്കുകയോ നിയമ നടപടികളൊന്നും സ്വീകരിക്കുകയോ ചെയ്തിട്ടില്ല. അദ്ദേഹം ഈ വഞ്ചന കുറ്റങ്ങളിൽ പെട്ട് 50ഓളം ആളുകൾ കേസ് കൊടുത്തിട്ടും അദ്ദേഹത്തെ സ്വതന്ത്രമായി സഞ്ചരിക്കാൻ സാധിക്കുന്നത്, അദ്ദേഹം നിർഭയമായിട്ട് ഇവിടെ പൊതുരംഗത്ത് പ്രവർത്തിക്കുന്നത്, കൃത്യമായിട്ടുള്ള ഉറപ്പ് അദ്ദേഹത്തിന് ഇടതുപക്ഷത്തിൽ നിന്ന് ഗവൺമെന്റിൽ നിന്ന് കിട്ടിയത് കൊണ്ട് മാത്രമാണ്. താൻ അറസ്റ്റ് ചെയ്യപ്പെടാൻ പോകുന്നില്ല എന്നുള്ള പൂർണ്ണമായിട്ടുള്ള ഉറപ്പ് പോലീസിൽ നിന്നും സംസ്ഥാന ഗവൺമെന്റിൽ നിന്നും ശ്രീ MC ഖമറുദ്ദീൻ ഉണ്ട് എന്നുള്ളതാണ് സത്യം. അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു നിക്ഷേപ തട്ടിപ്പുകാരനെ ഇങ്ങനെ സ്വതന്ത്രമായി വിവരിക്കാൻ സാധിക്കുമോ? അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യില്ല എന്നുള്ള ഉറപ്പ് പൂർണ്ണമായിട്ടും അദ്ദേഹത്തിന് ലഭിച്ചതുപോലെയാണ് അദ്ദേഹത്തിന്റെ ഓരോ ദിവസത്തെ ദൈനംദിന കാര്യങ്ങൾ നടക്കുന്നത്. ഗ്രാമപഞ്ചായത്തുകൾ സംഘടിപ്പിക്കുന്ന പൊതുപരിപാടികൾ, അതും ഇടതുപക്ഷം ലീഗും ചേർന്ന് സംയുക്തമായി ഭരിക്കുന്ന മഞ്ചേശ്വരം മണ്ഡലത്തിലെ 2 പഞ്ചായത്തുകളിലും കാസർഗോഡ് മണ്ഡലത്തിലെ 1 പഞ്ചായത്തിലും അദ്ദേഹം സംയുക്ത വേദികളിൽ പ്രത്യക്ഷപ്പെടുകയാണ്. കഴിഞ്ഞ ദിവസം പൈവളികை ഗ്രാമപഞ്ചായത്തിന്റെ പൊതുചടങ്ങിൽ ഉദ്ഘാടകനായി എത്തിയത് മഞ്ചേശ്വരം MLA ഖമറുദ്ദീനാണ്. CPM-കാർ ഇവിടെ അദ്ദേഹത്തിനെതിരായിട്ട് ചില പ്രതിഷേധങ്ങളെല്ലാം സംഘടിപ്പിക്കുകയും പ്രസ്താവനകൾ ഇറക്കുകയും ചെയ്യുന്നുണ്ട്. എന്നാൽ മുഖ്യമന്ത്രിയോട് കഴിഞ്ഞ ദിവസം ഇക്കാര്യത്തെ കുറിച്ച് വാർത്താലേഖകർ ചോദിച്ചപ്പോൾ വലിയ തട്ടിപ്പാണ് നടന്നിരിക്കുന്നത്, പരിശോധിക്കുമെന്ന് മാത്രമാണ് മുഖ്യമന്ത്രി പറഞ്ഞത്. വലിയ തട്ടിപ്പാണ് നടന്നിരിക്കുന്നത് എന്നുള്ളത് മാലാവർക്കെല്ലാം അറിയുന്ന കാര്യമാണ്. ചീറ്റിംഗ് കേസ് ഉൾപ്പെടെ ഗുരുതരമായിട്ടുള്ള വകുപ്പുകൾ ചേർത്ത കേസുകൾ 10-50 എണ്ണം രജിസ്റ്റർ ചെയ്തിട്ടും എന്തുകൊണ്ടാണ് പോലീസിന്റെ വലയിൽ MC ഖമറുദ്ദീൻ കുടുങ്ങാത്തത്? എന്തുകൊണ്ടാണ് MC ഖമറുദ്ദീനെ അറസ്റ്റ് ചെയ്യാത്തത്? എന്തുകൊണ്ടാണ് MC ഖമറുദ്ദീനെ അറസ്റ്റ് ചെയ്ത് നിയമ നടപടിയിലേക്ക് നീങ്ങാൻ പോലീസ് വൈകുന്നത്? ഉത്തരം വളരെ വ്യക്തമാണ്. കൃത്യമായിട്ടുള്ള രാഷ്ട്രീയ ധാരണ ഇക്കാര്യത്തിൽ ഉണ്ടായിരിക്കുന്നു. MC ഖമറുദ്ദീനെ രക്ഷിക്കുക എന്നുള്ള നിലപാടാണ് മാർക്സിസ്റ്റ് പാർട്ടിയുടെ നേതൃത്വവും ഗവൺമെന്റും എടുത്തിരിക്കുന്നത്. പോലീസ് ആ വഴിക്കാണ് ആലോചനകൾ നീക്കുന്നത്. ഈ തട്ടിപ്പ് കേസ് ക്രൈംബ്രാഞ്ച് അന്വേഷിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് ഒരു പുതിയ നാടകം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നു. ഏറ്റെടുത്ത കേസ് ക്രൈംബ്രാഞ്ച് എങ്ങനെയാണ് അന്വേഷിക്കുന്നത്? പ്രതിയെ അറസ്റ്റ് ചെയ്യാൻ എന്താ നിയമ തടസ്സം? പ്രതിയെ അറസ്റ്റ് ചെയ്ത് ചോദ്യം ചെയ്യാതെ എങ്ങനെയാണ് ക്രൈംബ്രാഞ്ചിന് അന്വേഷണം നടത്താൻ സാധിക്കുന്നത്? ഒരു ചോദ്യം ചെയ്യലിന് പോലും ഖമറുദ്ദീൻ വിധേയമാവുന്നില്ല എന്ന് പറഞ്ഞാൽ എന്തു മനസ്സിലാക്കണം ജനങ്ങൾ? വ്യക്തമായിട്ടുള്ള രാഷ്ട്രീയ ധാരണ ഇക്കാര്യത്തിലുണ്ട്. ഖമറുദ്ദീനെ രക്ഷിക്കുക എന്നുള്ള ഉദ്ദേശമാണ് സർക്കാരിനും പോലീസിനുള്ളത്. അത് ഇവിടെ ഉണ്ടാക്കിയിട്ടുള്ള അടവ് നയത്തിന്റെ പ്രതിഫലമാണ്. ഈ ജില്ലയിൽ 3 ഗ്രാമപഞ്ചായത്തുകൾ ഭരിക്കുന്നത് മുസ്ലിം ലീഗും CPM-ഉം സംയുക്തമായിട്ടാണ്. കാർണിക ഗ്രാമപഞ്ചായത്ത്, പൈവളികை ഗ്രാമപഞ്ചായത്ത്, എൺമകജ ഗ്രാമപഞ്ചായത്ത്. ഈ 3 ഗ്രാമപഞ്ചായത്തുകൾ ഭരിക്കുന്നത് ലീഗും CPM-ഉം ചേർന്നുള്ള സാമ്പാർ മുന്നണിയാണ്. അവിശുദ്ധ സഖ്യമാണ്. പരസ്യമായിട്ട് അവർക്ക് മുന്നണിയാവുന്നതിൽ യാതൊരു തടസ്സവും ഉണ്ടായിട്ടില്ല. 3ഇടത്തും BJP-യുടെ ഭരണം അട്ടിമറിച്ചാണ് ഈ സാമ്പാർ മുന്നണി അധികാരത്തിൽ വന്നത്. ആ സാമ്പാർ മുന്നണി ഉണ്ടാക്കിയ രാഷ്ട്രീയ ധാരണയുടെ പ്രത്യുപകാരമാണ് MC ഖമറുദ്ദീന്റെ കാര്യത്തിൽ ഇപ്പോൾ നടക്കുന്നത്. വരാനിരിക്കുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിലും നിയമസഭാ തെരഞ്ഞെടുപ്പിലും ഇവർ ഉണ്ടാക്കാൻ പോകുന്ന പരസ്യമായ രാഷ്ട്രീയ കൂട്ടുകെട്ടിലുള്ള അതിനുള്ള വ്യക്തമായിട്ടുള്ള ധാരണയോട് കൂടിയിട്ടാണ് ഇവർ ഖമറുദ്ദീന്റെ കാര്യത്തിലേക്ക് നടപടിയെടുക്കുന്നത്. MC ഖമറുദ്ദീനെ CPIM-ന്റെ നേതൃത്വവും
പോലീസും ചേർന്ന് സംരക്ഷിക്കുന്നത് എന്തിനാണെന്ന് ജനങ്ങളോട് പറയാൻ സർക്കാരിന്റെ വക്താക്കൾ തയ്യാറാണ്. മുഖ്യമന്ത്രിയോട് കഴിഞ്ഞ ദിവസം ചോദിച്ചപ്പോഴും അദ്ദേഹം ഒഴിഞ്ഞു മാറുന്ന ഒരു സമീപനമാണ് എടുത്തത്. ഈ കേസിന്റെ ഗൗരവത്തെ കുറിച്ച് അദ്ദേഹം പറഞ്ഞു. പക്ഷേ ആ ഗൗരവതരമായ കേസിൽ ഉൾപ്പെട്ടിരിക്കുന്ന ഒരു നിയമസഭാ സാമാജികനാണ്, ഒരു സാധാരണ പൗരനല്ല. അപ്പൊ ആ കേസിൽ ഒരു നിയമസഭാ സാമാജികനാണ് തട്ടിപ്പ് നടത്തിയിരിക്കുന്നത്. ആ തട്ടിപ്പിന്റെ വ്യാപ്തി കൂടുകയാണ്. പരാതി പറഞ്ഞിരിക്കുന്നത് രാഷ്ട്രീയ എതിരാളികളല്ല, സ്വന്തം പാർട്ടിക്കാരായിട്ടുള്ള ആളുകൾ തന്നെയാണ്. നിയമബാഹ്യമായിട്ടുള്ള സെറ്റിൽമെന്റിനാണ് ഇപ്പൊ ലീഗുകാർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. നിയമബാഹ്യമായിട്ടുള്ള ഒരു സെറ്റിൽമെന്റ് ഉണ്ടാക്കാൻ നമ്മുടെ രാജ്യത്തെ ഏത് നിയമ വ്യവസ്ഥയാണ് അതിന് അനുവദിക്കുന്നത്? ഇത്ര പണം 150 കോടി രൂപ എങ്ങനെയാണ് സെറ്റിൽ ചെയ്യാൻ സാധിക്കുന്നത്? കോടതികളോ നീതിന്യായ സംവിധാനങ്ങളോ ഇല്ലാതെ ഈ 150 കോടി രൂപ എങ്ങനെയാണ് ലീഗ് നേതാക്കന്മാർ തിരിച്ചു കൊടുക്കുന്നത്? വൈറ്റ് മണി ആയിട്ടാണ്. നമ്മുടെ രാജ്യത്തെ മണി ലോണ്ടറിംഗ് നിയമങ്ങളുണ്ട്. ആ സാമ്പത്തിക ക്രയവിക്രയത്തിലുള്ള വ്യവസ്ഥാപിതമായിട്ടുള്ള നിയമങ്ങളുണ്ട് നമ്മുടെ രാജ്യത്ത്. ആ നിയമങ്ങളുടെ അടിസ്ഥാനത്തിൽ എങ്ങനെയാണ് ഈ 150 കോടി രൂപ ലീഗിന്റെ നേതാക്കന്മാർക്ക് തിരിച്ചു കൊടുക്കാൻ സാധിക്കുന്നത്? അവരെവിടെ ഈ പണം സമാഹരിക്കുന്നത്? ഏത് മാർഗത്തിലാണ് തിരിച്ചു കൊടുക്കുന്നത്? വൈറ്റ് മണിയാണോ ബ്ലാക്ക് മണിയാണോ? 20,000 രൂപയിൽ കൂടുതൽ ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കാൻ പറ്റില്ല. 2 ലക്ഷത്തിൽ കൂടുതലുള്ള എല്ലാ ട്രാൻസാക്ഷൻസും ബാങ്ക് വഴി നടത്തണമെന്നാണ് തീരുമാനിച്ചത്. ഈ പണം ബാങ്കിൽ ഇട്ടിട്ടാണോ തിരിച്ചു കൊടുക്കുന്നത്? ആര് ബാങ്കിലിടും? പാണക്കാട് തങ്ങളും കല്ലട്ട മായനാജിയും ഉപകരണന്മാരാണ്. അവർക്ക് ഇവിടുന്ന കാശ് ഇത്രയും എവിടുന്ന അവർ പണം സമാഹരിക്കാൻ പോകുന്നത്? വളരെ ദുരൂഹമാണ് ഈ ഇടപാടിലെ പല കാര്യങ്ങളും. അവർക്ക് എങ്ങനെയാണ് ഈ പണം തിരിച്ചു കൊടുക്കാൻ സാധിക്കുന്നത്? അതിനെന്തിനാണ് പോലീസ് അവരെ അതുവരെ കാത്തിരിക്കുന്നത്? വ്യക്തമായിട്ടുള്ള ചട്ടങ്ങളുടെ ലംഘനമാണ്. അഴിമതിയാണ് ഇവിടെ നടന്നിരിക്കുന്നത്. ചീറ്റിംഗ് ആണ് നടന്നിരിക്കുന്നത്. വഞ്ചന കുറ്റമാണ്. ജനങ്ങളെ കബളിപ്പിച്ചിരിക്കുകയാണ്. എന്തുകൊണ്ടാണ് കമറുദ്ദീന് രക്ഷപ്പെടാനുള്ള എല്ലാ പഴുതും സർക്കാർ ഒരുക്കി കൊടുക്കുന്നത്? CPM നേതാക്കളുടെ പ്രസ്താവന ആത്മാർത്ഥതയോടുകൂടിയുള്ളതാണെങ്കിൽ മാസം ഒന്നായില്ലേ ഈ കേസ് വെളിയിൽ വന്നത്? 1 മാസം കഴിഞ്ഞിട്ടും ഈ കേസിനെ സംബന്ധിച്ച് 1 ഇഞ്ച് പോലും മുമ്പോട്ട് പോയില്ല എന്ന് പറഞ്ഞാൽ ഈ ധാരണ, പരസ്യമായിട്ടുള്ള ധാരണ വളരെ വ്യക്തമല്ല. ലീഗും CPM തമ്മിലുള്ള അവിശുദ്ധ ധാരണയാണ് വർഷങ്ങളായിട്ട് കാസർഗോഡ് മഞ്ചേശ്വരം ഭാഗത്ത് നടക്കുന്നത്. അതുകൊണ്ടാണ് ഈ സഹായം സർക്കാരിൽ നിന്ന് കമറുദ്ദീന് ലഭിക്കുന്നത്. കമറുദ്ദീന് രക്ഷപ്പെടാനുള്ള എല്ലാ വഴികളും CPM ഒരുക്കുകയാണ്. പോലീസ് അതിന് നിർദ്ദേശം ചെയ്തു കൊടുക്കുന്നു. അതുകൊണ്ട് ഈ കാര്യത്തിൽ ശക്തമായിട്ടുള്ള പ്രതിഷേധം BJP ദേശീയ ജനാധിപത്യ സഖ്യം ഇപ്പോൾ തന്നെ നിരവധി സമരങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് നടത്തിയിട്ടുണ്ട്. കൂടുതൽ രൂക്ഷമായിട്ടുള്ള പ്രക്ഷോഭങ്ങൾ ഇക്കാര്യത്തിൽ കമറുദ്ദീനെ രക്ഷിക്കുന്ന പോലീസിനെതിരായിട്ട് സമരം ശക്തമാക്കാനാണ് BJP ആലോചിക്കുന്നത്. കമറുദ്ദീനെ സഹായിക്കുന്ന സർക്കാർ നടപടിക്കെതിരെയാണ് ഇനി കൂടുതൽ രൂക്ഷമായിട്ടുള്ള സമരങ്ങൾ ഉണ്ടാവുക. കമറുദ്ദീനെ അറസ്റ്റ് ചെയ്ത് നിയമത്തിന് മുമ്പിൽ അദ്ദേഹത്തെ കൊണ്ടുവരണം എന്നുള്ള ആവശ്യം ശക്തിപ്പെടുത്തിക്കൊണ്ട് ഞങ്ങൾ ശക്തമായിട്ടുള്ള സമരം ഇക്കാര്യത്തിൽ ആരംഭിക്കും. തുടരും. സ്വർണ്ണക്കള്ളക്കടത്ത് കേസിലും സ്ഥിതി ഇത് തന്നെയാണ്. സ്വർണ്ണക്കള്ളക്കടത്ത് കേസിൽ ആരോപണ വിധേയനായിട്ടുള്ള മന്ത്രി പറയുന്നു ഖുറാന്റെ മറവിൽ കള്ളക്കടത്ത് നടന്നിട്ടുണ്ട്. ഖുറാന്റെ മറവിൽ കള്ളക്കടത്ത് നടന്നോ എന്നുള്ള ചോദ്യം അദ്ദേഹം നിഷേധിക്കുന്നില്ല. അദ്ദേഹം പറയുന്നത് അങ്ങനെ നടന്നിട്ടുണ്ടാവാം എന്നാണ്. കേസിൽ ആരോപണ വിധേയനായി അന്വേഷണ ഏജൻസികൾ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുന്ന സംസ്ഥാന മന്ത്രി പറയുകയാണ് സ്വർണ്ണക്കള്ളക്കടത്ത് കേസിൽ ഖുറാന്റെ മറവിലും സ്വർണം കടത്തിയിട്ടുണ്ടാവാം. മുഖ്യമന്ത്രി പറയുകയാണ് ഖുറാന്റെ മറവിൽ സ്വർണം കടത്തി എന്നുള്ള ആരോപണം സംഘപരിവാർ നടത്തുകയാണ്. പ്രതിപക്ഷം അതിൽ കൂട്ടുനിൽക്കുകയാണ്. നോക്കൂ, നമ്മുടെ നാടിന്റെ മുഖ്യമന്ത്രിയാണ് പറയുന്നത് ഖുറാനെ അധിക്ഷേപിക്കുകയാണ്, പരിശുദ്ധ ഗ്രന്ഥത്തെ അപമാനിക്കുകയാണ്, പരിശുദ്ധ ഗ്രന്ഥത്തിന്റെ മറവിൽ സ്വർണം കടത്തി എന്നുള്ള ആക്ഷേപം ഒരു കൂട്ടർക്ക് വലിയ പ്രശ്നം ഉണ്ടാക്കുന്നതാണ്. പറഞ്ഞിരിക്കുന്നത് ഇവിടുത്തെ ഏതെങ്കിലും മതഭീകരവാദ സംഘടനകളല്ല. പറഞ്ഞിരിക്കുന്നത് ഇവിടുത്തെ സംസ്ഥാനം ഭരിക്കുന്ന മുഖ്യമന്ത്രി. ഖുറാന്റെ മറവിൽ സ്വർണം കടത്തി എന്ന് പറയുന്നത് ഒരു കൂട്ടരിൽ വികാരം ഉണ്ടാക്കിയിരിക്കുകയാണ്. ആ വികാരം വലിയ പ്രശ്നമായിട്ട് മാറാൻ സാധ്യതയുണ്ട്. ഇതാണ് മുഖ്യമന്ത്രി പറയുന്നത്. അതെങ്ങനെയാണ് ഒരു കൂട്ടർക്ക് വികാരം ഉണ്ടാവുന്നത്? പരിശുദ്ധ ഖുറാനെ അപമാനിച്ചത് ജലീലും സംഘവുമല്ലേ?
വിശുദ്ധ ഗ്രന്ഥത്തിന്റെ മറവിൽ സ്വർണം കടത്താൻ പാടുണ്ടോ? വിശുദ്ധ ഗ്രന്ഥത്തെ വിശുദ്ധമായി കണക്കാക്കണ്ടേ? ഞാൻ മതവിശ്വാസികൾക്ക് ഒരു സൗകര്യം ചെയ്തു കൊടുക്കുകയാണ് എന്നാണ് ജലീൽ പറയുന്നത്. മതവിശ്വാസികൾക്ക് ഇങ്ങനെയാണോ സൗകര്യം ചെയ്തു കൊടുക്കേണ്ടത്? മതവിശ്വാസികളെ അപമാനിക്കുക, മുസ്ലിം സമൂഹം ഏറ്റവും വിശുദ്ധമായി കണക്കാക്കുന്ന ഒരു ഗ്രന്ഥത്തെ പോലും സ്വർണം കടത്താനുള്ള ഉപാധിയാക്കി മാറ്റി എന്ന് പറയുന്നതല്ലേ ഏറ്റവും ഗുരുതരമായിട്ടുള്ള പ്രശ്നം? സ്വപ്ന സുരേഷും കള്ളക്കടത്ത് സംഘവുമായി ബന്ധം പുലർത്തിയതല്ലേ ഈ മന്ത്രി നേരിടുന്ന ഏറ്റവും ഗുരുതരമായിട്ടുള്ള പ്രശ്നം? സ്വർണ്ണ കള്ളക്കടത്ത് നടന്നിട്ടുണ്ടാവാമെന്ന് അദ്ദേഹത്തിന്റെ സമ്മതം. എന്തുകൊണ്ടാണ് മുഖ്യമന്ത്രി അക്കാര്യത്തെ കുറിച്ച് ഇപ്പോഴും പഴയ നിലപാടിൽ ഉറച്ചു നിൽക്കുന്നത്? ഖുറാന്റെ മറവിൽ സ്വർണം കടത്തിയിട്ടുണ്ടാവാം എന്ന് ജലീൽ തന്നെ സമ്മതിച്ചിരിക്കും. മുഖ്യമന്ത്രി നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ മാറ്റി പറയാൻ തയ്യാറുണ്ടോ? മുഖ്യമന്ത്രി മാറ്റി പറയുന്നതല്ലേ? വിശ്വാസികൾക്ക് വികാരം ഉണ്ടാവും എന്ന് പറഞ്ഞ പ്രശ്നത്തെ വർഗീയവൽക്കരിക്കുന്നത് യഥാർത്ഥ പ്രശ്നത്തിൽ ജനശ്രദ്ധ തിരിച്ചുവിടാനല്ല. മുഖ്യമന്ത്രി നീചമായിട്ടുള്ള വർഗീയ രാഷ്ട്രീയമാണ് കളിക്കുന്നത്. മുഖ്യമന്ത്രി പുതിയ ബില്ലാകാനാവാൻ ശ്രമിക്കുകയാണ് കേരളം. പാർട്ടി സെക്രട്ടറി പേരുകളൊക്കെ മാറിയിരിക്കുക. അത് കൊടിയേരി എന്നാണ് CPM സഹാക്കളെ വിളിക്കുന്നത്. പിണറായി വിജയൻ വലിയ തീവ്രവാദിയാകാൻ ശ്രമിക്കുകയാണ്, രക്ഷപ്പെടാൻ വേണ്ടി ബില്ലാകാനാവാനാണ് ശ്രമിക്കുന്നത്. ഇവിടെ തീവ്രവാദ സംഘടനകളുടെ സഹായത്തോടുകൂടി വർഗീയ ധ്രുവീകരണം ഉണ്ടാക്കി തെരഞ്ഞെടുപ്പിൽ രക്ഷപ്പെടാനാവുമോ എന്നാണ് പിണറായി വിജയൻ പരിശ്രമിക്കുന്നത്. പണ്ട് സാദാം ഹുസൈനെ തൂക്കിക്കൊന്നപ്പോ ഇതേ പ്രചരണമാണ് CPM നടത്തിയത്. സദ്ദാം ഹുസൈൻ സിന്ദാബാദ് അന്നത്തെ മുദ്രാവാക്യം തന്നെ അറിയാം. അന്ന് ഇവിടെ പല കോഴിക്കടകൾക്ക് പോലും സഹാക്കൾ പേരിട്ടുന്നത് സദ്ദാം ചിക്കൻ സ്റ്റാൾ എന്നാണ്. സദ്ദാം ഇറച്ചിക്കട, സദ്ദാം ചായക്കട. അത് കഴിഞ്ഞ് ലാദനെ പിടിച്ചപ്പോ സഹാക്കൾ ലാദന്റെ വക്താക്കളായിരുന്നു. ബിൻ ലാദനായിരുന്നു പിന്നീട് ഈ പല സഹാക്കളുടെയും മാതൃകാ പുരുഷൻ. ബിൻ ലാദന്റെ പേരിലായിരുന്നു ഇവിടെ മുസ്ലിം സമുദായത്തെ ഏകീകരിക്കാൻ ഒരു ശ്രമം നടത്തി. ഇപ്പോ വിശുദ്ധ ഗ്രന്ഥം എന്ന് പറഞ്ഞ് ജലീലിന്റെ സ്വർണ്ണക്കള്ളക്കടത്തിന്റെ പ്രശ്നത്തിൽ നിന്ന് തിരിച്ചുവിടാൻ മുസ്ലിം സമുദായത്തെ ആകെ കൂടെ നിർത്താൻ സാധിക്കുമോ എന്നുള്ള നീചമായിട്ടുള്ള പരിശ്രമമാണ് ശ്രീ പിണറായി വിജയൻ നടത്തുന്നത്. ഇത് ജനാധിപത്യ സംവിധാനത്തിൽ ആർക്കും അംഗീകരിച്ചു കൊടുക്കാൻ കഴിയാത്ത അത്രയും വില കുറഞ്ഞ ഒരു രാഷ്ട്രീയമാണ്. എല്ലാ വൈകാരിക പ്രശ്നങ്ങളും വരുമ്പോ കാലാകാലങ്ങളിൽ സ്വീകരിക്കുന്ന നടപടി. കഴിഞ്ഞ 5 കൊല്ലം മുമ്പ് ബീഫിന്റെ പേരിലായിരുന്നു വലിയ പ്രശ്നം. ഭക്ഷണ സ്വാതന്ത്ര്യം മുസ്ലിങ്ങൾക്ക് പോയിരിക്കുന്നു, ഞങ്ങൾക്ക് ബീഫ് കഴിക്കാൻ പറ്റില്ല, ഇതായിരുന്നു പ്രചാരണം. ഇപ്പോ വിശുദ്ധ ഗ്രന്ഥമായി പ്രചാരണ വിഷയം. പിണറായി വിജയനും കോടിയേരി ബാലകൃഷ്ണനും ഒരു കാര്യം ഓർമ്മിക്കുന്നത് നല്ലതാണ്. ഇത്തവണ ചക്ക വീണിട്ട് മുയല് ചാവാൻ പോകുന്നില്ല. ഈ ചക്ക വീണാൽ മുയല് ചാവില്ല. കാരണം തുടർച്ചയായിട്ട് ഇത്തരം വർഗീയതയെ കൂട്ടുപിടിക്കുന്നത് CPM-നകത്തെ വലിയൊരു വിഭാഗം ജനങ്ങളിൽ കാര്യമായിട്ടുള്ള അസംതൃപ്തിയാണ് ഉണ്ടായത്. മറ്റുള്ളവരെല്ലാം ഒന്നിനും കൊള്ളാത്തവരാണ് എന്നുള്ള ധാരണ CPM-നകത്ത് വ്യാപകമായിട്ട് വന്നിരിക്കുന്നു. CPM-നെ താങ്ങി നിർത്തുന്ന ആ പാർട്ടിയുടെ വോട്ട് ബാങ്കിന്റെ പ്രധാനപ്പെട്ട വിഭാഗം ആളുകളെല്ലാം തങ്ങൾ ഒന്നിനും കൊള്ളാത്തവരാണ്, തങ്ങൾ വിഡ്ഢികളാക്കപ്പെടുകയാണ് എന്നുള്ള ധാരണ ആ പാർട്ടിക്കകത്ത് ശക്തമായിരിക്കുകയാണ്. അതുകൊണ്ട് ഇത്തവണ വിശുദ്ധ ഗ്രന്ഥം ഉപയോഗിച്ചുള്ള ആയുധം ഇത്തവണ CPM-ന് തിരിച്ചടിയാവുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. CPM-ൽ കാലാകാലങ്ങളായിട്ട് ഒരു വിഭാഗം വഞ്ചിക്കപ്പെടുകയാണ്, അവഗണിക്കപ്പെടുകയാണെന്നുള്ള തോന്നൽ ശക്തിപ്പെടുകയാണ്. അത് ശബരിമലയുടെ കാര്യത്തിലായാലും മറ്റ് നിരവധി ക്ഷേത്രങ്ങളുടെ ഭരണം പിടിച്ചെടുക്കുന്ന കാര്യത്തിലായാലും എല്ലാം ഒരു വിഭാഗത്തിന് വലിയ അസംതൃപ്തിയാണ് ഉണ്ടായിരിക്കുന്നത്. ആ അസംതൃപ്തി ഇതുവഴി ശക്തിപ്പെടുകയാണ് ചെയ്യുന്നത്. CPM-ന്റെ ഈ രാഷ്ട്രീയ കളി, നീചമായിട്ടുള്ള ഈ വർഗീയ രാഷ്ട്രീയ കളി ജനങ്ങൾക്കിടയിലും അവരുടെ അവമതിപ്പാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. കള്ളക്കടത്തുകാരെ സഹായിക്കുകയും മതഗ്രന്ഥത്തിന്റെ പേര് പറഞ്ഞ് അവരെ സംരക്ഷിക്കുകയും ചെയ്യുന്ന ഈ നിലപാടിനെതിരായി കേരളത്തിൽ വലിയ
ജനകീയ പ്രക്ഷോഭവും പ്രചാരണവും ശക്തിപ്പെടുത്താനാണ് ഭാരതീയ ജനതാ പാർട്ടിയും ദേശീയ ജനാധിപത്യ സഖ്യവും ശ്രമിക്കുന്നത്. കൂടുതൽ ശക്തമായിട്ടുള്ള പ്രതിഷേധങ്ങളും സമരങ്ങളും വരും ദിവസങ്ങളിൽ കേരളത്തിൽ ഉണ്ടാവുക തന്നെ ചെയ്യും. കേരളത്തിലെ മുഖ്യമന്ത്രി ബിൻ ലാദനോടാണ് വിമർശിക്കുന്നത്. അതായത് ഗവൺമെന്റ് തന്നെയാണോ അങ്ങനെ പറഞ്ഞിരിക്കുന്നത്? കേരളത്തിലെ മുഖ്യമന്ത്രിനെ ബിൻ ലാദൻ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതെ, ബിൻ ലാദൻ ഈ മതത്തെ ഉപയോഗിച്ചാണല്ലോ ഈ തീവ്രവാദം നടത്തിയത്. അത് തന്നെയല്ലേ ഇവിടെ ചെയ്യുന്നു. ജനാധിപത്യത്തിൽ അദ്ദേഹം ചെയ്യുന്നു, മലയാളത്തൊക്കെ ഉപയോഗിച്ചിട്ട് ചെയ്യുന്നു. വ്യത്യാസമൊന്നുമില്ല. കഴിഞ്ഞ ദിവസം BJP പറഞ്ഞൊരു കാര്യം അദ്ദേഹം പറഞ്ഞത് BJPയിലെ സ്വാധീനത്തെ യഥാർത്ഥത്തിലുള്ള സഖ്യം ആര് തമ്മിലാണ് എന്നുള്ളത് ഞാൻ കാസർഗോഡ് ഇരുന്ന് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല. യഥാർത്ഥത്തിലുള്ള സഖ്യം ലീഗും CPM തമ്മിലാണ് എന്നുള്ളത് എല്ലാവർക്കും അറിയാം. ഈ പറഞ്ഞ ശ്രീ കുഞ്ഞാലിക്കുട്ടി എല്ലാ കേസുകളും രക്ഷിച്ചു കൊടുത്തത് CPM അല്ലേ? കുഞ്ഞാലിക്കുട്ടി പ്രതിയായിട്ടുള്ള എല്ലാ കേസുകളും രക്ഷിച്ചു കൊടുത്തത് CPM ആണെന്നുള്ളത് പച്ച മലയാളം എല്ലാവർക്കും അറിയുന്ന കാര്യം. മുസ്ലിം ലീഗും CPM തമ്മിലുള്ള ധാരണ എത്രമാത്രം ശക്തമാണെന്നുള്ളതിന്റെ ഏറ്റവും വലിയ തെളിവല്ല ഈ കമറുദ്ദീൻ കേസിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ തന്നെ റിപ്പോർട്ട് ചെയ്യാൻ തുടങ്ങിയിട്ട് മാസം 2 ഈ കേസ്. എന്തെങ്കിലും ഒരു നടപടി ഉണ്ടായി? എന്തുകൊണ്ടാണ് പിന്നെ കമറുദ്ദീനെ സംരക്ഷിക്കുന്നത് എന്നുള്ളതാണല്ലോ ഇവിടെ ഉയർന്നുവരുന്ന പ്രധാനപ്പെട്ട ചോദ്യം. ഇത് കേന്ദ്ര ഏജൻസികളിൽ കമറുദ്ദീൻ കേസ് വലിയ നിക്ഷേപമാണ്. അത്തരമൊരു അന്വേഷണത്തിന് ആവശ്യമുണ്ടോ? ഈ സംസ്ഥാന സർക്കാർ ഈ രീതിയിൽ അന്വേഷിക്കുന്നത് പ്രശ്നമാണെന്നാണ് BJPയുടെ ആരോപണം. അല്ല, അത് ശരിയാണ്. മുഖ്യമന്ത്രി പറഞ്ഞാൽ മതി. പോപ്പുലർ ഫിനാൻസ് ഇതുപോലെ വലിയ തട്ടിപ്പാണ്. പോപ്പുലർ ഫിനാൻസ് തട്ടിപ്പില് മുഖ്യമന്ത്രി ഉടനെ തന്നെ ആ കേസ് കേന്ദ്ര ഏജൻസികൾ അന്വേഷിക്കട്ടെ എന്നുള്ള നിലപാടെടുത്തു. ഈ കേസിൽ എന്താ പറയാനുള്ളത്? ഈ കേസില് മുഖ്യമന്ത്രിയോട് അന്വേഷിക്കുന്നുമില്ല, കേന്ദ്രത്തിന് വിടുന്നുമില്ല. അവർ പറയട്ടെ ഞങ്ങളെ കൊണ്ട് പറ്റില്ല, കമറുദ്ദീനെ അറസ്റ്റ് ചെയ്യാനോ ചോദ്യം ചെയ്യാനോ ഞങ്ങളെ കൊണ്ട് സാധിക്കുന്നില്ല, ഇത് കേന്ദ്ര ഏജൻസികൾ അന്വേഷിക്കട്ടെ. എല്ലാ കേസുകളും കേന്ദ്ര ഏജൻസികൾ അന്വേഷിക്കണമെന്നാണ് മുഖ്യമന്ത്രി വിചാരിക്കുന്നതെങ്കിൽ നമ്മുടെ സംസ്ഥാന പോലീസിന് അന്വേഷിക്കാവുന്ന ഒരു കേസാണ്, ഒരു ചീറ്റിംഗ് കേസാണ്. അവരെന്തുകൊണ്ട് അന്വേഷിക്കുന്നില്ല എന്ന ചോദ്യമാണ് ഞങ്ങൾ ചോദിക്കുന്നത്. സംസ്ഥാന ഗവൺമെന്റ് ആവശ്യപ്പെട്ടാൽ ആ നിമിഷം ആ ആവശ്യം പിന്നെ കേന്ദ്രത്തിൽ അറിയിക്കാൻ ഞങ്ങൾ ചെയ്യാം. പക്ഷെ ആദ്യം മുഖ്യമന്ത്രി പറയട്ടെ ഞങ്ങൾക്ക് ഒരു കമറുദ്ദീന്റെ കേസ് പോലും അന്വേഷിക്കാൻ പറ്റുന്നില്ല എന്നുള്ള കാര്യം മുഖ്യമന്ത്രി ആദ്യം പറയട്ടെ. ഈ സ്വർണ്ണക്കടത്തുള്ള വിഷയമാണ്. 3 കേന്ദ്ര സർക്കാരിന്റെ 3 ഏജൻസികൾ അന്വേഷിക്കുന്നത്: ED, കസ്റ്റംസ്, NIA. അതായത് ആദ്യം മുതലേ വളരെ മുഖ്യമന്ത്രി ഓഫീസായിട്ട് കാര്യങ്ങളുണ്ട്. ഇതുവരെ ഇത്തരത്തിലുള്ള ഒരു ജയിലിലടക്കം സ്റ്റേജിൽ നോട്ടീസ് വിറ്റ്നസിനാണ് നമുക്ക് തന്നെ കാണിച്ചത്. അപ്പൊ ഇത്തരം കാര്യങ്ങൾ ഇതുവരെ ഒരു ബന്ധം കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. അതുപോലെ തന്നെ മറ്റു പല കാര്യങ്ങളും മുരളീധരന്റെ വിഷയം കേന്ദ്ര ശ്രീ മുരളീധരന്റെ വിഷയം ബന്ധപ്പെട്ടു. അതുപോലെ മറ്റു വിഷയങ്ങൾ ബന്ധപ്പെട്ടൊക്കെ നിരാശ കാട്ടുകയാണ്. ഈ അന്വേഷണം BJP ഉദ്ദേശിച്ചുകൊണ്ടിരിക്കുന്നില്ലേ? അതിന്റെ ഒരു നിരാശയുണ്ടോ? അങ്ങനെ ഒരു പ്രയാസമുണ്ടോ? ഒന്നാമത്തെ കാര്യം BJP ഇതിൽ ഒരു കാര്യം ഉദ്ദേശിച്ചിട്ടില്ല. BJP ഉദ്ദേശിക്കുന്ന രീതിയിൽ അന്വേഷണം നീങ്ങുന്നില്ല എന്ന് പറയാൻ BJP എന്തെങ്കിലും ഉദ്ദേശിച്ചു വേണം അങ്ങനെ തീരുമാനിക്കും. ഞങ്ങൾ അങ്ങനെ ഉദ്ദേശിച്ച് കാര്യങ്ങൾ ഒത്തി നീക്കുന്ന ആൾക്കാരല്ല. ഒന്നാമത്തെ കാര്യം, ഈ കേസ് രാഷ്ട്രീയ പ്രേരിതമായി ഉയർന്നു വന്ന ഒരു കേസേ അല്ല. സ്വർണ്ണക്കള്ളക്കടത്ത് പിടിക്കുന്നത് അതിൽ ഈത്തപ്പഴത്തിന്റെയും ഖുറാന്റെയും ഒക്കെ മറവിൽ കള്ളക്കടത്ത് നടന്നുവെന്ന് അന്വേഷണ ഏജൻസികൾക്ക് സംശയം തോന്നുന്നത്, അത് കഴിഞ്ഞ് ബംഗളൂരു മയക്കുമരുന്ന് കേസ് പിടിക്കുന്നത്, അതിൽ പാർട്ടി സെക്രട്ടറി കോടിയേരിയുടെ മകനെ ചോദ്യം ചെയ്യുന്നത്, ഇതൊന്നും രാഷ്ട്രീയമായി ബന്ധപ്പെടുന്ന ഒരു കേസേ അല്ല. ഈ കേസ് ശരിയായ ദിശയിലാണ് പോകുന്നത്. ഒരു ബന്ധവും കിട്ടിയിട്ടില്ല എന്നൊക്കെ പറയുന്നത് ജലീലിനെ സന്ദർശിക്കുന്ന ആളുകൾ മാത്രമാണ്. ഇതിൽ വ്യക്തമായിട്ടുള്ള ബന്ധങ്ങളുണ്ട്. ആ ബന്ധങ്ങൾ തെളിഞ്ഞു വരിക തന്നെ ചെയ്യും. ഇന്നലെ വരെ ഖുറാന്റെ മറവിൽ സ്വർണം കടത്തിയിട്ടില്ല എന്ന് പറഞ്ഞ ആളുകൾ പോലും ഖുറാന്റെ മറവിൽ സ്വർണം കടത്തിയിട്ടുണ്ടാവാം എന്നിപ്പോ പറഞ്ഞിരിക്കുകയാണ്. പിന്നെ സാക്ഷിയായിട്ടാണോ പ്രതിയാക്കിയിട്ടാണോ വിളിക്കാൻ പോകുന്നത് വേറെ കാര്യം. സാക്ഷിയായിട്ട് തന്നെ വിളിക്കുള്ളൂ. പ്രതിയായി ചേർക്കപ്പെടാത്തിടത്തോളം എല്ലാ കേസുകളിലും
സാക്ഷിയുടെ ഫിറ്റ്നസിന്റെ നോട്ടീസ് കൊടുത്തത് തന്നെ വിളിക്കും. അതിനർത്ഥം അയാൾ പ്രതിചേർക്കപ്പെടില്ലെന്നോ അദ്ദേഹം കുറ്റവിമുക്തനാക്കപ്പെട്ടുവെന്നോ അദ്ദേഹത്തിന് ക്രെഡിറ്റ് കൊടുക്കുക എന്നോ ഒന്നുമല്ല. ഇതൊക്കെ മാധ്യമങ്ങളിലൂടെ ജലീൽ കുറെ നാടകങ്ങൾ കുറച്ച് ദിവസമായിട്ട് നടത്തിക്കൊണ്ടിരിക്കും. ഞങ്ങൾ എന്തായാലും ഈ കേസിന്റെ നാൾവഴികളിൽ ഇതുമായി ബന്ധപ്പെട്ട് രാഷ്ട്രീയമായിട്ട് ഉയർന്നു വന്നിട്ടുള്ള ആരോപണങ്ങളും സംശയങ്ങളുമാണ് ഉന്നയിച്ചത്. ആ ഉന്നയിച്ച കാര്യങ്ങളെല്ലാം തന്നെ ശരിവെക്കുന്ന നിലയിലേക്കാണ് ഇപ്പോൾ അന്വേഷണം പോയിക്കൊണ്ടിരിക്കുന്നത്. അന്വേഷണം പൂർത്തിയാകുമ്പോൾ ഞങ്ങളായിരുന്നു ശരി, എതിരായിട്ട് പറഞ്ഞ ആളുകളല്ല ശരി എന്ന് ബോധ്യപ്പെടുന്നത്. ഈ സമരത്തിന്റെ വിഷയത്തിൽ എവിടെയും കാണുന്ന സ്വതന്ത്രം തന്നെയാണ് എല്ലാ സമര വിഷയങ്ങളും. പക്ഷെ BJP-യിൽ തന്നെ ഇന്നലെ അടക്കമുള്ള അവഗണിക്കുന്ന വിഷയം പല നേതാക്കളും നിങ്ങളുടെ പല നേതാക്കളും ഇതിന്റെ സമരത്തിന് മുന്നണിയിൽ സംസ്ഥാന നേതാക്കളായി പ്രത്യേകിച്ച് കാണുന്നില്ല. അപ്പോ സംഘടനകളിൽ സുരേന്ദ്രന്റെ ഒരു കൺവെൻഷനായിട്ട് സുരേന്ദ്രന്റെ കൺവെൻഷനായിട്ടാണോ പാർട്ടിയിൽ മറ്റു നേതാക്കന്മാരെ കാണുന്നത്? അതൊക്കെ പ്രശ്നം ഉണ്ടോ? അല്ല, അതൊക്കെ ഒന്നും പറയാനില്ലാത്തപ്പോ പറയുന്ന വാദങ്ങളാണ്. ഞങ്ങളുടെ എല്ലാ നേതാക്കളും ഈ പ്രക്ഷോഭവുമായി ബന്ധപ്പെട്ട ഓരോ ജില്ലകളിലും പിന്നെ ഞാൻ കാസർഗോഡ് ജില്ല MT രമേശ് പാർട്ടിയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ഇന്ന് മലപ്പുറം ജില്ലയിൽ സമരത്തിന് ഉദ്ഘാടനം ചെയ്യുന്നു. നിങ്ങൾ ഓരോ ജില്ലയിൽ തുഷാർ വെള്ളാപ്പള്ളി തിരുവനന്തപുരത്ത് ഇതേ സമയത്ത് അവിടെ NDA മാർച്ച് ഉദ്ഘാടനം ചെയ്യും. NDA-യിലെയും BJP-യിലെയും മഹാഭൂരിപക്ഷം വരുന്ന നേതാക്കളും അണികളും ഈ സമരത്തിലുണ്ട്. സ്വാഭാവികമായും ഒരു പാർട്ടിയുടെ അധ്യക്ഷൻ എന്നുള്ള നിലയിൽ മുന്നിൽ നിൽക്കുക എല്ലാ കാലത്തും പാർട്ടിയുടെ അധ്യക്ഷന്മാരാണ്. അതൊക്കെ ഒരു രാഷ്ട്രീയമായിട്ടുള്ള വാർത്തയായി വരുന്നു എന്ന് പറയുന്നതിനാണ് എനിക്ക് എന്തോ തോന്നുന്നത്. കുഴപ്പമില്ല, അതൊക്കെ സർക്കാരിനെ അനുകൂലിക്കുന്നവർക്ക് ഒന്നും പറയാനില്ലാത്തത് കൊണ്ട് അവർ ഉണ്ടാക്കുന്ന ചില വാർത്തകൾ മാത്രം. നിങ്ങളത് അതെനിക്കറിയില്ല, അദ്ദേഹത്തിന് അറിയുന്ന കാര്യമല്ല. അദ്ദേഹത്തിന് കോൺസെപ്റ്റിനാണ് കാറ്റഗറി കൊടുക്കുന്നത്. അപ്പൊ ജലീല് ഇതിന് ഉത്തരവാദിയാകുന്ന അങ്ങനെയുള്ള ചോദ്യം ഞാനിപ്പോ ഈ പറയുന്ന കാര്യങ്ങൾ എന്റെ പാർട്ടിയുടെ അഭിപ്രായം പറയുന്നതാണ്. അന്വേഷണ ഏജൻസികൾ സ്ഥിരീകരിച്ച് നിങ്ങളുടെ മുമ്പിൽ വരുമ്പോ ഞാൻ പറഞ്ഞതായിരുന്നു ശരി, ജലീൽ പറഞ്ഞതായിരുന്നു ശരി എന്ന് കാണാമല്ലോ. ഇപ്പൊ ഈ സ്വർണ്ണക്കടത്ത് ആരും വന്നപ്പോ തന്നെ താങ്കളാണ് ആരാ വിളിച്ചത്? കള്ളം പ്രചരിപ്പിക്കുന്നു പറയുന്നത് NIA ഒന്നും പറഞ്ഞിട്ടില്ല. NIA പറഞ്ഞിരിക്കുന്നത് അധികാരത്തിന്റെ ഇടനാഴികളിൽ ശക്തമായിട്ടുള്ള എല്ലാ ഏജൻസികളും അധികാരത്തിന്റെ ഇടനാഴി. അല്ലാതെ NIA പേരൊന്നും വിളിച്ചവിടെ പറയില്ല. അത് കുറ്റപത്രം സമർപ്പിക്കുമ്പോഴാണ് പറയുക. കുറ്റപത്രം സമർപ്പിക്കുമ്പോൾ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് വിളിച്ചു എന്ന് ഞാൻ പറഞ്ഞ കാര്യം സ്ഥിരീകരിക്കപ്പെടുന്നത് നിങ്ങളുടെ കയ്യിൽ സാധനം ഒരു നിങ്ങൾ ഏതെങ്കിലും ഒരു കസ്റ്റംസുകാരൻ വിളിച്ചിട്ട് കൊച്ചിയിലുള്ള ഒരു കസ്റ്റംസുകാരൻ പറഞ്ഞു അയാളോട് ചോദിച്ചത് നിങ്ങളെ വിളിച്ചോന്നാണ്. നിങ്ങൾ ചില മാധ്യമ പ്രവർത്തകരെ CPM മാധ്യമ പ്രവർത്തകരെ ഉപയോഗിച്ച് അയാളോട് ചോദിച്ചു, അയാളെല്ലാം വിളിച്ചത് കേസ് പിടിച്ച തിരുവനന്തപുരത്ത് കസ്റ്റംസുകാരാണ്. അപ്പൊ അതുകൊണ്ട് മുഖ്യമന്ത്രി ആ വാദങ്ങളൊന്നും ഇവിടെ ഒരിക്കലും വില പോകുന്നില്ല. മുഖ്യമന്ത്രിയുടെ ഓഫീസ് സഹായിച്ചതിനെ പറ്റി എന്തിനാണ് ശിവശങ്കരനെ അവിടെ മാറ്റിയത്? മുഖ്യമന്ത്രിയെ പോലെ അധികാരമുള്ളവരാണ് ഈ കള്ളക്കള്ളത്ത് കേസിൽ ആരോപണ വിധേയനായിരിക്കുന്നത്. അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തില്ല എന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ അദ്ദേഹം കുറ്റം ചെയ്തില്ലെന്ന് വിചാരിക്കുന്നത്. അദ്ദേഹം ചെയ്തിരിക്കുന്ന കുറ്റത്തെ സംബന്ധിച്ച് വിശദമായിട്ടുള്ള പരിശോധന നടന്നു കഴിഞ്ഞുകൊണ്ട് നടപടികളുണ്ട്. അതൊക്കെ ഇവിടെ നടക്കുന്ന കുറെ ശീലങ്ങളാണ്. ഇവിടെ പോലീസിനെ വെറുതെയാക്കുക, ജാമ്യം കിട്ടും. അത് പിന്നെ 60 ദിവസത്തിനുള്ളിൽ കുറ്റപത്രം കൊടുത്തില്ലെങ്കിൽ ജാമ്യം കിട്ടും. അതിനകത്ത് അയാൾ കേസ് പോയി ചാർജ് ചെയ്തിരിക്കുന്ന കേസാണ്. 180 ദിവസം സമയം അന്വേഷണ ഏജൻസികൾ വൈകുന്നേരം 180 ദിവസത്തിനകം വിശദമായിട്ടുള്ള അന്വേഷണം നടത്തി ശാസ്ത്രീയ പരിശോധന നടത്തിയിരിക്കുന്നത്. അതുകൊണ്ടാണ് NIA കേസുകൾക്ക് ശിക്ഷിക്കുന്നത്.
നിങ്ങളെ പ്രകടിപ്പിക്കുന്നതല്ലേ നിങ്ങളോട് പോലീസ് അറസ്റ്റ് ചെയ്തേ കേസ് UAPA ചാർത്താനുള്ള എല്ലാ സൗകര്യങ്ങളും ആ പറയുന്ന ആൾ ഇന്നലെ പറഞ്ഞിരിക്കുന്നത് എന്നെ എന്നെ ഉപദ്രവിച്ചിട്ടൊന്നുമില്ല. എന്നെ ഉപദ്രവിച്ചത് മുഴുവൻ കേരള പോലീസാണ്. അത് അവിടെ ഇരിക്കട്ടെ, അത് വേറെ വിഷയമാണ്.